വെൽക്കം ടു ക്ലാസിക് കേരള PSC. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു PSC ചോദ്യപേപ്പറിലെ മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഓപ്ഷൻ നോക്കി വളരെ സിമ്പിളായിട്ട് ഉത്തരം ചെയ്യാൻ പോകുന്ന ഒരു സീരീസിലെ അടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ പരമാവധി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ടോപ്പിക്കിലെയും കേരള ഭൂമിശാസ്ത്രമാവട്ടെ, ഇന്ത്യൻ ഭൂമിശാസ്ത്രമാവട്ടെ, ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി എല്ലാ ടോപ്പിക്കിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചെയ്യാറുണ്ട്. ഇംഗ്ലീഷും മലയാളവും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോസിനൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓണാക്കി വെച്ചേക്കുക. പരമാവധി എല്ലാ വീഡിയോസും കാണുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി തരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം 81 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 1/3 10 ഡിവൈഡഡ് ബൈ 3/1 പ്ലസ് 60 ഇൻറ്റു 1/2 ഇത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 10 ഭാഗം 3/1 3/1 ഭാഗം ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 10 ഇൻറ്റു 3 ചെയ്താൽ മതി. ഓക്കെ, 10 ഭാഗം 3 ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 ഇൻറ്റു 3 ചെയ്യാം. 10 ഇൻറ്റു 3 പ്ലസ് 60 ഇൻറ്റു 1/2 പകരം എന്ത് ചെയ്യാം, 60 ഇൻറ്റു 1/2 പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 60/2 ചെയ്താൽ മതി. അപ്പോൾ 10 ഇൻറ്റു 3 എത്ര, 30. 10 ഇൻറ്റു 3 30, 60/2 30 30 എത്രയാ, ഉത്തരം ഓപ്ഷൻസ് എ 60 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 1, 3, 7, 13, 21 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? നോക്കിയേ, 1ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 3 കിട്ടും, 3ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 7 കിട്ടും, 7ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 13 കിട്ടും, 13ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 21 കിട്ടും. അപ്പോൾ ഇനി എത്ര കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. 2, 4, 6, 8 ഇനി എത്ര കൂട്ടണമായിരിക്കും, 10 കൂട്ടണമായിരിക്കും. 21ൻ്റെ കൂടെ 10 കൂട്ടിയാൽ ആൻസർ എത്ര, 31. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വളരെ സിമ്പിളാണ്. ഇത് കൂട്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. 1, 2, 3, 4 തൊട്ട് 100 വരെ കൂട്ടിയാൽ എത്ര കിട്ടും? വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക, 100ൻ്റെ തൊട്ട് അടുത്ത നമ്പറോടെ ഗുണിക്കുക, 101. ഇനി എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. അപ്പോൾ 100നെ 101 കൊണ്ട് തൊട്ട് അടുത്ത നമ്പറോട് ഗുണിക്കുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 100ന് എത്ര 2 ഉണ്ട്, 50 ഉണ്ടല്ലേ. 101 ഇൻറ്റു 50 ചെയ്താൽ ഉത്തരം കിട്ടും. 101 ഇൻറ്റു 50 ചെയ്യാൻ പോകണ്ട, 101 ഇൻറ്റു 5 ചെയ്തിട്ട് 0 ഇട്ട് കൊടുക്കുക. 1 5 5, 0 ഗുണം 5 0, 1 5 5. ഇനി 101 ഗുണം 50 അല്ലേ വേണ്ടത്. അപ്പോൾ 50 ആണെങ്കിൽ ഒരു 0 കൂടി വരും. സോ 5050 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 49 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 3. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ബോട്ട് മാസ് പഠിച്ചിട്ടുള്ളവരാണ്. ബോട്ട് മാസ് അല്ലെ, ബോട്ട് മാസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, ഈ ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാൻ. സോ ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് അഡിഷൻ. അപ്പോൾ ഡിവിഷൻ നമുക്ക് ആദ്യമേ ചെയ്യാം. 9 ഡിവൈഡഡ് ബൈ 9 എത്ര, 1 അല്ലേ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇനി ചെയ്യാം. 49 ഇൻറ്റു ഇതിന് പകരം ആര് വരും, 1 വരും. 49 ഇൻറ്റു 1 49 തന്നെ. 49 3 കൂട്ടി എത്ര, 52 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം 3125-ൽ 100ൻ്റെ സ്ഥാനത്തെ അക്കം എത്ര? എല്ലാവർക്കും അറിയാമല്ലേ, 100ൻ്റെ സ്ഥാനത്തെ അക്കം. അതായത് 1ൻ്റെ സ്ഥാനത്തുള്ള അക്കം, ഇത് 10ൻ്റെ സ്ഥാനത്തുള്ള അക്കം. 100ൻ്റെ സ്ഥാനത്തുള്ള അക്കം ചോദിച്ചാൽ എത്ര, 1. അങ്ങനെയാണെങ്കിൽ 3 1000ൻ്റെ സ്ഥാനത്തിലുള്ള അക്കം എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത 12 ആളുകൾ ചേർന്ന് 15 ദിവസം കൊണ്ടൊരു ജോലി തീർക്കും. എന്നാൽ അതേ ജോലി 10 ആളുകൾക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. നോക്കൂ, 12 ആളുകൾക്ക് ജോലി ചെയ്തു തീർക്കാൻ 15 ദിവസം വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരാളിന് ജോലി ചെയ്യാൻ എത്ര ദിവസം വേണമെന്ന് അറിയാവോ? ഈ 15നെ 12 കൊണ്ട് ഗുണിക്കുക. 12 പേർക്ക് ജോലി ചെയ്യാൻ 15 ദിവസം വേണമെങ്കിൽ ഒരാൾക്ക് ജോലി ചെയ്യാൻ 15 ഗുണം 12 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 10 പേർക്ക് ജോലി കിട്ടാൻ എത്ര ദിവസം അറിയാം? നിങ്ങൾ എന്ത് ചെയ്യുക, 15 ഗുണം 12 ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. ഓക്കെ, അപ്പോൾ 12 പേർക്ക് 15 ദിവസം. അപ്പോൾ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ 15 ഗുണം 12 ചെയ്യണം. ഓക്കെ, ഇനി 10 പേർക്കാണെങ്കിൽ 10 കൊണ്ട് ഭാഗിക്കണം. അപ്പോൾ 20 പേർക്കായിരുന്നെങ്കിലോ 15 ഗുണം 12 ബൈ 20 ചെയ്തേനെ. ഓക്കെ, പരിപാടി ഇനി നോക്കാം. ഇത് നോക്കിയേ, 10ഉം 15 നമുക്ക് 5 കൊണ്ട് വെട്ടാം. ഇവിടെ എത്ര 5 ഉണ്ട്, 2 5 10. ഇവിടെ എത്ര 5 ഉണ്ട്, 3 5 15. ഇതാ നോക്കിയേ, ഇനി 2നെയും 12നെയും വെട്ടി. 6 2 12, 1 2 2. ഇനി ഇത് മാത്രം ഗുണിച്ചാൽ മതിയല്ലോ. 3 ഇൻറ്റു 6 18. സോ 18 ആണ് ആൻസർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, 15 ഗുണം 12 ഡിവൈഡഡ് ബൈ 10 നിങ്ങൾ ചെയ്ത് നോക്കുക, ഉത്തരം കണ്ടുപിടിക്കുക, 18 കിട്ടും. നല്ല അടിപൊളി ചോദ്യമാണ് അടുത്തത്. ഞാൻ സ്ഥിരമായിട്ട് ഈ വീഡിയോസിൽ പറയാനുള്ള കാര്യമാണ്. നമ്മുടെ മാത്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാഠമാണ് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ടെക്സ്റ്റിൽ കൃത്യംഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പാഠം. ആ പാഠത്തിൻ്റെ പേര് ആവർത്തന ഗുണിതം എന്നാണ്. ആ പാഠത്തിന് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ പാഠത്തിലൊരു ചോദ്യമാണ് വീണ്ടും വന്നേക്കുന്നത്. 2/100ൻ്റെ പകുതി എത്ര? ഒരുപാട് പേര് ഈ ചോദ്യം എഴുതും, ഈ ഉത്തരം എടുത്ത് എഴുതും 2/50 ആണെന്ന് എഴുതും. വളരെ തെറ്റാണ്. 2/100ൻ്റെ പകുതി എത്രയല്ല, 2/50 അല്ല. നോക്കി, ഇത്
എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം, എളുപ്പ വഴിയും പറഞ്ഞുതരാം. 2/100 ഡിവൈഡഡ് ബൈ 2 അതാണല്ലോ 2ന്റെ പകുതി. ഈ 2ന്റെ മുകളിൽ ഒരു പവർ കൊടുക്കുക. 2ന്റെ പ്രത്യേകിച്ച് പവർ ഒന്നും ഇല്ലെങ്കിൽ മുകളിൽ 1 കൊടുത്താൽ മതി, 2/1. ഇനി ഡിവിഷൻ ചെയ്യുമ്പോൾ പവർ a/b ബൈ, അല്ലെങ്കിൽ ഇക്വേഷൻ വേണ്ട, ഒരേ നമ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 2 ഇടുക, പവർ തങ്ങളിൽ കുറയ്ക്കുക. ഡിവിഷൻ ആയതുകൊണ്ട് പവർ കുറയ്ക്കുക. 100 എന്ന് വെച്ചാൽ എത്ര? 99. ഇനിയിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ പവർ കൂട്ടേണ്ടി വന്നേനെ. അപ്പോൾ 100 എന്ന് വെച്ചാൽ 99. ഇനി ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 ഒരു സാധനത്തിൻ്റെ പകുതി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പവറിൽ നിന്ന് 1 കുറച്ച് ഉത്തരം എഴുതുക. അത്രയേ ഉള്ളൂ പരിപാടി. 2/99 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത വട്ടം PS ചോദിക്കും 2/100ന്റെ ഇരട്ടി എത്ര? 2/200 ഉറപ്പായിട്ട് ഓപ്ഷനിൽ കാണും. അതാണോ ഉത്തരം? അല്ല. 2/100 1 കൂട്ടുക, 2/101 ആയിരിക്കും ഇരട്ടി വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം -5 -7 + 2. അടിപൊളി ചോദ്യം. എന്താ നോക്കിയേ, -5. ഇനി -5 നോക്കിയേ, -5. ഇനി അതാ നോക്കിയേ, ഈ മൈനസ് കൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. വളരെ ശ്രദ്ധിച്ച് നോക്കിക്കോളണം. ഈ മൈനസ് കൊണ്ട് ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുക. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് കിടക്കുന്ന ചിഹ്നം എന്താണോ അത് നേരെ ഓപ്പോസിറ്റ് വരും. അതായത് ഈ മൈനസ് കൊണ്ട് ഈ മൈനസിനെ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ആ ചിഹ്നം എന്താവും? അകത്ത് കിടക്കുന്ന ചിഹ്നത്തിന് നേരെ ഓപ്പോസിറ്റ് വരും. -7 എന്താവും? +7 ആവും. ഇനി +2 എന്താവും? -2 ആവും. ഇനി എന്ത് ചെയ്യുക, മൈനസ് ഉള്ളവരെല്ലാം ഒരുമിച്ച് കൂട്ടി എഴുതുക, പ്ലസ് ഉള്ള ആളെല്ലാം ഒരുമിച്ച് കൂട്ടി എഴുതുക. പ്ലസ് ഉള്ളത് 7 മാത്രമാണ്, +7. ഇനി മൈനസ് ഉള്ള ആളൊക്കെ 5 ഉണ്ട്, 2 ഉണ്ട്, 5 2 കൂട്ടിയാൽ 7. 7 - 7 വരും. ആൻസർ 0 ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, -5 -7 +2. ഓക്കെ, ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അകത്തുള്ള ചിഹ്നം നേരെ എതിര് വരും. അപ്പോൾ ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. ഈ പ്ലസ് എന്തായി? മൈനസ് ആയി. അപ്പോൾ -5 +7 -2. ഇനി +7 ഞാൻ അതുപോലെ എഴുതി, ഒന്നും ചെയ്തില്ല. മൈനസ് ഉള്ള 2 പേരുണ്ടല്ലോ, ആ മൈനസ് ഒരുമിച്ച് കൊടുത്തിട്ട് 2 പേരെയും കൂടെ കൂട്ടി എഴുതി. 5 2 7. അപ്പോൾ 7 - 7 ഉത്തരം എത്ര വരുന്നത്? 0 ആണ് വരുന്നത്. അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന 5ാം ക്ലാസ് ലെവലിലെ സിമ്പിൾ ചോദ്യമാണ്. ഒരു ചതുരത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററും വീതി 8 സെൻറ്റിമീറ്ററും ആയാൽ ചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? ചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ എന്താ? നീളം ഗുണം വീതി, അല്ലെ ഈ നീളത്തിനെ വീതി കൊണ്ട് ഗുണിക്കുക. 10 × 8. 10 × 8 എത്ര? 80 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 8.02ന്റെ പകുതി എത്ര? നമുക്ക് ഡിവൈഡ് ചെയ്യാം. 8.02ന്റെ പകുതി തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പകുതി എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 8 എത്ര 2 ഉണ്ട്? 4 2 8 0. ഈ പോയിന്റ് ഇവിടെ ഇനി എടുക്കണമല്ലോ, അപ്പോൾ പോയിന്റ് അതുപോലെ അങ്ങ് മേളിൽ കൊടുക്കുക. ഇനി ഈ 0 താത്തിറക്കുക. 0ൽ 2 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ 0 കൊടുത്തിരിക്കണം. ഇതെല്ലാവരും മറന്നു പോകും. 0 2 0. ഇനി ഇവിടെ 0 വീണ്ടും വന്നു, 2 താത്തിറക്കി. 2ൽ 2 ഉണ്ടോ? 1 2. ഓക്കെ, അപ്പോൾ 4.01 ആൻസർ. പലരും 4.1 എഴുതി വയ്ക്കും, തെറ്റാണ് കേട്ടോ. 4.01 ആൻസർ വരുന്നത്. അടുത്ത ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ പ്ലസ് ഉള്ളതിനെ ഒരുമിച്ച് എഴുതാം. ആ പ്ലസ് ഉള്ളത് ആദ്യം കൂട്ടാം. 835.6 പ്ലസ് ഈ പോയിന്റ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇത് എഴുതുക. പോയിന്റ് ഇപ്പുറത്ത് 2, ഇവിടെ 2 5 വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ കൂട്ടാൻ ആളില്ലാത്തതുകൊണ്ട് 0 കൂടെ കൊടുത്തു. 5ഉം 0 കൂടെ കൂട്ടിയാൽ 5, 6ഉം 2 കൂടെ കൂട്ടിയാൽ 8. ഈ പോയിന്റ് അതുപോലെ കൊടുത്തു. 5ഉം 2 7, 3 8. 837.85 വന്നു. 837.85. ഇനി മൈനസ് ഉള്ള 2 പേരെയും കൂടി കൂട്ടി എഴുതുക. മൈനസ് ഉള്ള 2 പേര് ആരൊക്കെയാണ്? 173.41 101.9. ആളില്ലാത്തതുകൊണ്ട് 0 കൊടുത്തു. 1 0 1 9 4 13. പോയിന്റ് അതുപോലെ കൊടുത്തു. 3 1 4 1 5 7 2 275.31. ഇനി നമുക്കിത് രണ്ടും കൂടെ കുറയ്ക്കണം. 275.31. എന്തിനാണ് കുറയ്ക്കുന്നതാ? ഇത് പ്ലസ് ചെയ്ത ആൾക്കാർ, ഇത് മൈനസ് ഉള്ള ആൾക്കാർ, അതുകൊണ്ടാണ് കുറയ്ക്കുന്നത്. 5 1 കുറച്ചാൽ എത്ര? 4. 8 3 കുറച്ചാൽ 5. 7 5 കുറച്ചാൽ 2. ഇവിടുത്തെ ഉത്തരം കിട്ടിക്കാണും. 2.54 വരുന്ന ആൻസർ ഇതാണ്. ഓക്കെ, ബാക്കിയൊന്നും നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. നമുക്ക് ഓപ്ഷനെ നോക്കി ഉത്തരം എഴുതുന്ന പരിപാടിയാണല്ലോ വേണ്ടത്. നെക്സ്റ്റ് ചോദ്യം 0.32 × 0.01 എത്ര? വളരെ സിമ്പിൾ ചോദ്യമാണ്. പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക. 32 × 1 എത്ര? ഇവിടെ പോയിന്റ് പോയി കഴിഞ്ഞാൽ 32, ഇവിടെ പോയിന്റ് പോയി കഴിഞ്ഞാൽ 1. 32 × 1 32 ആണെന്ന് അവിടെ ആരും ഇല്ലല്ലോ. ഇനി നമുക്ക് നോക്കാം. പോയിന്റിന് ശേഷം ഇവിടെ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. പോയിന്റിന് ശേഷം 1 2. ഇവിടെ പോയിന്റിന് ശേഷം 1 2 2 പേരുണ്ട്. അപ്പോൾ മൊത്തം എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അപ്പോൾ 4 സ്ഥാനം മാറ്റി കുത്തിരണം. 1 2 3 4. സോ പോയിന്റ് 0032 0.0032. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഇതാ നോക്കിയേ, വയസ്സ് തമ്മിലുള്ള ക്വസ്റ്റ്യനാണ്. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. 5 വർഷത്തിന് മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയായിരുന്നു. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നോക്കാം.
അപ്പോഴേ ഞാനിത് റേഷ്യോ വെച്ചിട്ട് എക്സ് ഒന്നും ഉപയോഗിക്കാതെ റേഷ്യോയുടെ ഒരു രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോണേ, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 3 ആയിരുന്നെങ്കിൽ, ഇതാണ് അച്ഛൻ, അച്ഛൻ്റെ വയസ്സ് 3 ആയിരുന്നെങ്കിൽ മകൻ്റെ വയസ്സ് 1 ആയിരുന്നേനെ. അങ്ങനെയല്ലേ നമ്മൾ 3 ഇരട്ടി എന്ന് പറയുന്നത്. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 3 വന്നേനെ. ഇനി 5 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു 5 വർഷം -5 നോക്കിയേ, 5 വർഷം മുമ്പ് ഞാൻ ഇവിടെ എഴുതാം -5. 5 വർഷം മുമ്പേ, 5 വർഷം മുമ്പ് എങ്ങനെ വന്നു? മകൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയായിരുന്നു അച്ഛൻ്റെ വയസ്സ്. അപ്പോൾ ഇവിടെ 1 വന്നാൽ ഇവിടെ എത്ര വരും? 4 വരും. ഇനി നിങ്ങൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഈ 3ൽ നിന്ന് എത്ര കൂട്ടിയാൽ 4 കിട്ടും? 1 കൂട്ടിയാൽ 4 കിട്ടും. പക്ഷേ 1ൻ്റെ കൂടെ 0 കൂട്ടിയാലല്ലേ 1 കിട്ടും. അതായത് ഇവിടെ 4ൽ നിന്ന് 3 കുറച്ചാൽ 1 ആണ്, ഇവിടെ 1ൽ നിന്ന് 1 കുറച്ചാൽ 0 ആണ്. അപ്പോൾ ഇവിടെ വ്യത്യാസം സെയിം അല്ല. വ്യത്യാസം സെയിം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം വ്യത്യാസം സെയിം ആക്കണം. വ്യത്യാസം സെയിം ആക്കാനുള്ള പരിപാടി നോക്കിക്കൊള്ളണേ. ആദ്യം ഇവിടുത്തെ റേഷ്യോയിലെ വ്യത്യാസം നോക്കുക. 3ൽ നിന്ന് 1 കുറച്ച് എത്ര? 2. ഇവിടെ റേഷ്യോകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 4ൽ നിന്ന് 1 കുറച്ച് എത്ര? 3. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള 2 സംഖ്യയും ഈ 3 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഈ 3 കൊണ്ട് ഇവിടെ 2 വരെയും ഗുണിക്കുക, ഈ 2 കൊണ്ട് ഇവിടെ 2 ഇടത്തും ഗുണിക്കുക. നോക്കാം, 3ൻ്റെ കൂടെ 3 ഗുണിച്ചാൽ 9, 1ൻ്റെ കൂടെ 3 ഗുണിച്ചാൽ 3, 9:3 ആയി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 4നോട് 2 ഗുണിച്ചാൽ 8, 1നോട് 2 ഗുണിച്ചാൽ 2. ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ വ്യത്യാസം നോക്കിയേ, 9ൻ്റെ കൂടെ 9ൽ നിന്ന് 1 കുറച്ചാൽ 8 കിട്ടും, 3ൽ നിന്ന് 1 കുറച്ചാൽ 2 കിട്ടും. വ്യത്യാസം സെയിം ആയി. വ്യത്യാസം സെയിം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം തീർന്നെന്ന് വിചാരിച്ചാൽ മതി. വ്യത്യാസം സെയിം ആയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് ആരെയാണ് വേണ്ടത്? മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ്. ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്ന വയസ്സിൻ്റെ അംശബന്ധം ഇതാണല്ലോ, ഇപ്പോഴത്തെ സാധനം ഇതാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ മകൻ്റെ വയസ്സിനെ ഈ വ്യത്യാസപ്പെട്ട വർഷം ഉണ്ടല്ലോ ആ 5 കൊണ്ട് ഗുണിക്കുക. 5 × 3 15 ആൻസർ. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യമേ ഇവർ തമ്മിലുള്ള അംശബന്ധം എഴുതുക. മകന് 1 വയസ്സാണെങ്കിൽ അച്ഛന് 3 വയസ്സ്, അപ്പോൾ 3:1 എഴുതി. ഇനി മകന് 1 വയസ്സാണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് 4, 5 വർഷം മുമ്പ്. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കി. 3ൽ നിന്ന് 1 കൂട്ടിയാൽ 4, 1ൻ്റെ കൂടെ വ്യത്യാസം 0 ആണ്. ഓക്കെ, ഇവിടെ വ്യത്യാസം 0 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ അത് നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ അംശബന്ധത്തിൻ്റെ വ്യത്യാസം നോക്കുക, ഇവിടുത്തെ അംശബന്ധത്തിൻ്റെ വ്യത്യാസം നോക്കുക. ഇനി ഈ വ്യത്യാസം എടുത്ത് ഇവിടെ ഗുണിക്കുക, ഈ വ്യത്യാസം എടുത്ത് മുകളിൽ ഗുണിക്കുക. അപ്പോൾ ഈ 2നെ ഇങ്ങോട്ട് ഗുണിച്ചാൽ 8:2 ആയി. ഈ 3നെയും 1നെയും കൂടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9:3 ആയി. അപ്പോൾ വ്യത്യാസം സെയിം ആയല്ലോ. 9:3 വന്നു, 8:2 വന്നു. വ്യത്യാസം സെയിം ആയി കഴിഞ്ഞാൽ ഈ കുറയുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ പ്രായമായി. ഓക്കെ, അപ്പോൾ പ്രായം കണ്ടുപിടിക്കാൻ ഇപ്പോഴത്തെ വയസ്സായതുകൊണ്ട്, മകൻ്റെ ഇപ്പോഴത്തെ വയസ്സായതുകൊണ്ട് 3 × 5 15. ഇനി ചോദിക്കട്ടെ, അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സായിരുന്നെങ്കിലോ? 9 × 5 45. 5 വർഷം മുമ്പുള്ള അച്ഛൻ്റെ വയസ്സായിരുന്നെങ്കിലോ? 8 × 5 40. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചോദ്യം 3 സംഖ്യകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ LCM കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇപ്പോൾ LCM കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷനൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും പറയത്തില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പോവുക. LCM എന്താണെന്ന് ഞാൻ പല വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ 3 സംഖ്യകളുടെയും ഗുണനപ്പട്ടികയിൽ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതാണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ ഗുണനപ്പട്ടികയിൽ വരുന്ന ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ചെറിയ സംഖ്യയും എടുത്ത് നോക്കുക. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ആരാ? 18. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 12ൻ്റെ ഗുണനപ്പട്ടികയിൽ 18 വരുമെന്ന്? ഇല്ല. ഒരു 12, 12, 2 12 24 വരും. അപ്പോൾ 18 എന്തായാലും അല്ല. നെക്സ്റ്റ് 24. 12ൻ്റെ ടേബിളിൽ വരും 24. ഒരു 12, 12, 2 12 24. 16ൻ്റെ വരുമോ? ഒരു 16, 16, 2 16 ആകുമ്പോൾ 32 വരും. അപ്പോൾ 24 വരത്തില്ല. അപ്പോൾ 24 പോയി. ഇനി അടുത്ത ചെറിയ നമ്പർ ആരാ? 96. 96 ഇച്ചിരി കണക്ക് ചെയ്യേണ്ടി വരും അല്ലേ. 12ൻ്റെ ടേബിളിൽ വരുമെന്ന് നമുക്കറിയണം, 16ൻ്റെ ടേബിളിൽ വരുമെന്ന് അറിയണം, 18ൻ്റെ ടേബിളിൽ വരുമെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ 12ൻ്റെ 96ൻ്റെ 12ൻ്റെ ആരെങ്കിലും വരുമെന്ന് നോക്കുക. 2നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടുന്നത്? 3 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും. അതെന്തായാലും വരത്തില്ല. 12 × 3 36 ആണ്. ഇനി എത്ര വരും? 8 കൊണ്ട് ഗുണിച്ചാൽ 16 വരും അല്ലേ. അപ്പോൾ 12നെ 8 കൊണ്ട് ഗുണിച്ച് നോക്കുക. 2 8 16, 1 8 8 1 9 കിട്ടി. 96 കറക്റ്റ് ആണ്. ഇനി 16ൽ 96 വരാൻ 6നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും? 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. ഇപ്പോൾ 16 × 6, 6 6 36, 1 6 6 3 9, 16 × 6 96 ആണ്. ഇങ്ങനെ ഗുണിച്ച് നോക്കിയാലേ പരിപാടി നടക്കത്തുള്ളൂ. ഓക്കെ, ഇനി 18 കൊണ്ട് ഗുണിച്ച് നോക്കുക. 18നെ 6 കൊണ്ട് കിട്ടുമോ? 18നെ 6 കൊണ്ട് കിട്ടണമെങ്കിൽ കിട്ടത്തില്ല. 18നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 90 കിട്ടും. ഓക്കെ, 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 108 കിട്ടും. അപ്പോൾ 18ൻ്റെ ടേബിളിൽ ആര് വരത്തില്ല? 96 വരത്തില്ല. അപ്പോൾ 18 പോയി. ഇത് കണക്ക് നിങ്ങൾക്ക് നോക്കിയ ഓപ്ഷൻ തന്നെ കണ്ടുപിടിക്കാം. സാധാരണ ഇത്രയും വലുതായിട്ട് വരാറില്ല. ഇനി ഒരു ഓപ്ഷൻ 144 ഉള്ളൂ. നോക്കേണ്ട കാര്യമില്ല. ആൻസർ എത്ര തന്നെ ആയിരിക്കും? 144 തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോ ഓപ്ഷനും വെട്ടിയാണ് നമ്മൾ LCMഉം HCFും ലസാഗുവും ഉസാഗയും കണ്ടുപിടിക്കാറുള്ളത്. ഓക്കെ, അടുത്ത ഒരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്ററും അതിൻ്റെ എതിർ മൂലയിൽ നിന്നുള്ള ലംബ ദൂരം 15. ഓക്കെ, അപ്പോൾ ലംബ ദൂരം 15 തന്നിട്ടുണ്ട്, ഒരു വശത്തിൻ്റെ നീളവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിസ്തീർണം എത്ര? അപ്പോൾ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല.
ആ ഇക്വേഷൻ ഇങ്ങനെയാണ് 1/2 2/1 അതായത് പകുതി ഇൻറ്റു ഇതാ നോക്കിയേ ആ വശത്തിൻ്റെ നീളം ഇൻറ്റു ലംബ ദൂരം പരിപാടി കഴിഞ്ഞു 12 × 15 എടുക്കുക പകുതി എടുക്കുക പരിപാടി കഴിഞ്ഞു എന്ത് ചെയ്യുക 2ഉം 12 കൂടെ വെട്ടാം 6 2 12 6 × 15 ചെയ്താൽ ആൻസർ കിട്ടും 15 × 6 എത്ര 90 സോ 90 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ആ ഉത്തരം അപ്പോൾ നമ്മൾ 15 ചോദ്യങ്ങൾ ചെയ്തു അപ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാണ് ബാക്കി ചോദ്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം മാത്സിൻ്റെയൊക്കെ എല്ലാ വീഡിയോസ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് എല്ലാം കാണാൻ നോക്കുക നിങ്ങളുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടോപ്പിക്കിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മലയാളമാണ് പഠിക്കേണ്ടതെങ്കിൽ മലയാളം എടുക്കുക ഇംഗ്ലീഷാണ് പഠിക്കേണ്ടതെങ്കിൽ ഇംഗ്ലീഷ് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോസൊക്കെ ആ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC